എൻ്റെ പേര് സന്ധ്യ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 9/5/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യം തന്നെ ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് ലഭിച്ച സാക്ഷ്യം പറയാൻ അവസരം തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഹസ്ബൻഡിന് 15 മില്യൺ കൗണ്ട് വേണ്ട അടുത്ത് ആകെ 2 മില്യൺ കൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. IVF അല്ലെങ്കിൽ IUI മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തായിരുന്നു. അന്നേരത്താണ് അവിചാരിതമായി ഞങ്ങൾക്ക് ഒരു കൃപാസനം പത്രം ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും അതിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും നടത്തുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വെഞ്ചരിച്ച എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾക്ക് വെഞ്ചരിച്ച തൈലം ഞങ്ങൾ 2 പേരും പ്രാർത്ഥനാ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു IVFO ഒരു IUI ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ 21/3/2023 മാതാവ് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് കൗണ്ട് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വെഞ്ചരിച്ച ഉപ്പും തേനും പിന്നെ ഉടമ്പടി തൈലവും ഞങ്ങൾ ദിവസേന ഞങ്ങൾ പ്രാർത്ഥന ഒന്നിച്ച് രാവിലെ എണീച്ചും വൈകുന്നേരത്തെ പ്രാർത്ഥന ഒന്നിച്ച് ഞങ്ങൾ ചെയ്തു. ഒരു മടിയും ഇല്ലാണ്ട് ഞങ്ങൾ കൃപാസന പത്രം വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ ഞാൻ പഠിക്കാൻ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ മാതാവിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നതിന് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഉൽപ്പത്തി 24:40 ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും. സന്ധ്യ എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാതെ ഏറെ ക്ലേശം അനുഭവിച്ച ജീവിത സാഹചര്യത്തെയാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുന്നതിന് കാരണമായി സൂചിപ്പിക്കുന്നത്. എത്രയോ കൗണ്ട് കുറവാണെന്ന് മകൾ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. എന്നാൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന എല്ലാ ഇല്ലായ്മകളെയും പരിഹരിച്ചു തരുന്ന അമ്മയുടെ സന്നിധിയിൽ ജീവിതം കൊടുത്ത് ശരണപ്പെടുമ്പോൾ അമ്മ മാതാവ് സവിശേഷമാം വിധം ജീവിത വിഷയം ഏറ്റെടുക്കുന്ന അതേ സംരക്ഷണവും സഹായവും ഈ മക്കൾ ഉടമ്പടി എടുക്കുന്നതിലൂടെ ഇവർക്ക് ലഭിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, 2 പേരും ഒരുമിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനകളിൽ പങ്കുചേരുമായിരുന്നു. ഉദരത്തിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. IUIയും IVFും മാത്രം പറഞ്ഞിരുന്ന ഈ മക്കൾ അത് രണ്ടും ചെയ്യില്ലെന്ന് തീരുമാനിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മക്കൾക്ക് ദൈവശക്തിയാൽ ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും 5ാമത്തെ തവണ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ആ മക്കൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായി ഈ അൾത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ പരിമിതികളെ ദൈവം അപരിമിതനായതുകൊണ്ട് അവൻ എല്ലാ പരിമിതികളെയും അതിലംഘിച്ച് നമുക്ക് ആരോഗ്യം, നമുക്ക് അനുഗ്രഹം, നമുക്ക് കുറവുള്ളത് നികത്തി തന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയും സംരക്ഷണവും നൽകുവാൻ സദാ സന്നദ്ധരുമാണ്. അതിൻ്റെ സന്തോഷവും അതിൻ്റെ അനുഗ്രഹത്തെയുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം അസാധ്യമെന്ന് കരുതിയ ഒരു കുഞ്ഞിനെ, അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അമ്മ മാതാവ് ചികിത്സയൊന്നുമില്ലാതെ മരുന്നൊന്നുമില്ലാതെ അമ്മയുടെ ഉടമ്പടിയുടെ വിശ്വസ്തതയുള്ള ജീവിതത്തിലൂടെ ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിച്ചതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.